نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മാസത്തെ പരിശുദ്ധ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ പെരുന്നാൾ ദിനത്തിൽ, ഈ ശവ്വാലിൽ 1 നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു മാസത്തെ നോമ്പനുഷ്ഠിച്ച് ഈ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതുവഴി കിട്ടുന്ന സന്തോഷം വലുതാണ്. ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും നിർവഹിക്കുമ്പോഴാണ് അതൊരു ഇബാദത്തായി മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും കൺകുളിർമയിൽ ലഭിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് തക്ബീർ ചൊല്ലി ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് എന്ന്. അതിലേറ്റവും സന്തോഷം നൽകുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. സുന്നത്തായ നോമ്പുകളിലൂടെ ഇനിയും നമ്മുടെ നോമ്പുകൾ തുടരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമളാനിന്റെ വ്രതം പൂർത്തിയാക്കി ശവ്വാലിൽ ഏതെങ്കിലും ഒരു 6 ദിവസം നോമ്പ് കൂടിയെടുത്താൽ ഒരു വർഷത്തെ മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലം അവന് നാം നൽകുമെന്ന്. കാന കസിയാമി ദഹർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നാം നേടിയെടുത്ത നോമ്പിലൂടെയും തറാവീഹുകളിലൂടെയും ഖുർആൻ പാരായണങ്ങളിലൂടെയും എന്ന് തുടങ്ങി എന്തെല്ലാം ഇബാദത്തുകൾ നാം ചെയ്തിട്ടുണ്ടോ, ആ ഇബാദത്തുകളിലൂടെ നാം നേടിയെടുത്ത തഖ്വ പരിശോധിക്കപ്പെടുന്ന ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. കഴിഞ്ഞു പോയതല്ല, ഇനി വരാനിരിക്കുന്നത്. കാരണം നമ്മൾ റമദാനിലൂടെ തഖ്വ നേടിയെന്ന് പറയണമെങ്കിൽ ഇബാദത്തുകളുടെ തുടർച്ചയുണ്ടാവണം. സലഫുകൾ പറയുന്നുണ്ട്, അന്ന റബ്ബ റമദാൻ ഹുവ റബ്ബു ശുഹൂർ. റമദാനെ ഏർപ്പെടുത്തിയ
അനുഗ്രഹമാക്കി തന്ന റബ്ബാരാണോ ആ റബ്ബാണ് മറ്റു മാസങ്ങളുടെയും റബ്ബ് എന്ന്. അഥവാ റമദാനെ ഭയപ്പെട്ടുകൊണ്ടല്ല നന്മകൾ ചെയ്യേണ്ടത്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്, മറിച്ച് റമദാനെ നമുക്ക് ഒരുക്കി തന്ന റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം എന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പെരുന്നാളിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മുഴക്കുന്ന തക്ബീർ ധ്വനികളാണ്. ഈ നമസ്കാരത്തിന് വരുമ്പോൾ തക്ബീർ ചൊല്ലി പള്ളിയിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മളെല്ലാം ഇരുന്ന് എത്രയോ നേരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ആ ഒരു തക്ബീർ ഇങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വലുതാണ്. അതിനൊരു വലിയ അർത്ഥമുണ്ട്. അള്ളാഹുവേ, ആരെല്ലാം ഈ ഭൂമിയിൽ അധികാരക്കൊതിയന്മാരായി വന്നാലും സ്വേച്ഛാധിപതികളായി വന്നാലും, ഞങ്ങൾ നിങ്ങളെ അടക്കി വാഴും എന്ന് പറഞ്ഞു വന്നാലും, ഞങ്ങളെ നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞു വന്നാലും, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച ഫിറഔൻ പോലും കടന്നുപോയ ഒരു നാടാണല്ലോ ഈ ഭൂമുഖം എന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം മീതെ അള്ളാഹുവേ, നീയാണ് ഏറ്റവും വലുത്, നീയാണ് ഏറ്റവും മഹോന്നതൻ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, നിന്നെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ, നിനക്ക് മാത്രമേ വിധേയമാകേണ്ടതുള്ളൂ, വേറൊരു പടപ്പിനെയും പേടിക്കേണ്ടതില്ല എന്ന മഹത്തായ സന്ദേശമാണ് തക്ബീർ ധ്വനികൾ അത് ആളുകൾക്ക് പാസ് ചെയ്യുന്നത്. പെരുന്നാൾ എന്ന് പറയുന്നത് നമുക്കറിയാം സന്തോഷമാണ്. പക്ഷേ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് മതിമറന്ന സന്തോഷമല്ല, അതിരുവിട്ട ആഘോഷവുമല്ല, മറിച്ച് അതിനപ്പുറം പെരുന്നാൾ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അനൈക്യമല്ല, ഐക്യമാണ് വേണ്ടത് എന്നത്, വേർതിരിവുകളല്ല, സമത്വമാണ് വേണ്ടത് എന്നുള്ളത്, ബന്ധങ്ങൾ വിച്ഛേദിക്കലല്ല, ബന്ധം ചേർക്കലാണ് വേണ്ടത് എന്ന്, ഉച്ചനീചത്വങ്ങളും വർണ്ണപരികളുമല്ല, ഒരുമിച്ച് ചേർത്തിരിക്കലാണ് വേണ്ടത് എന്നുള്ള ഒരുപാട് സന്ദേശങ്ങളാണ് പെരുന്നാൾ നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, തിരിച്ചറിയുവാൻ വേണ്ടിയാണത്. നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അനുഗ്രഹീതനായവൻ, അടുത്തു നിൽക്കുന്നവൻ ഏറ്റവും തഖ്വയുള്ളവനാകുന്നു. ആ ഒരു ഒന്നിച്ചു ചേർക്കലാണ് പെരുന്നാളിലൂടെ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഈ പെരുന്നാൾ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അലാറം മുഴങ്ങുന്നത് കേട്ടിട്ടുണ്ട്. അസ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം എപ്പോഴും വലിയ സന്തോഷമുള്ളതാകണമെന്നില്ല. പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. അത് പല രൂപത്തിൽ കടന്നു വരാം. അതിൽ ഭയചകിതരാകാതെ അള്ളാഹുവിലെല്ലാം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. നിലവിലെ കലുഷിത സാഹചര്യം എന്തായി തീരുമെന്നുള്ള ഭയം നമുക്കൊക്കെയുണ്ട്. ബേജാറായി കഴിയുന്ന നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഏതൊരു പരീക്ഷണങ്ങൾ കടന്നു വന്നാലും ഒന്ന് ഈമാനിന്റെ കരുത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഖവും സന്തോഷവും നിറഞ്ഞതാണെന്നല്ല, അതിനപ്പുറം പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധധാരണയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബൻ നാസ്, മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നു, അൻ യുത്റകൂ, അവൻ വെറുതെ അങ്ങ് വിട്ടയക്കപ്പെടുമെന്ന്, അൻ യഖൂലൂ ആമന്നാ, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, പറഞ്ഞതിന്റെ പേരിൽ, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. കണ്ടോ, ഞങ്ങൾ മുഅ്മിനീകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അള്ള പരീക്ഷണം അങ്ങ് നീക്കിത്തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല, പരീക്ഷണങ്ങൾ നിറഞ്ഞതാണെന്ന. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, ബേജാറുകൾക്കൊരതിരുണ്ട്. അതിനപ്പുറം അള്ള പറയുകയാണ്, അള്ളാന്റെ തീരുമാനമില്ലാതെ
ഈ ഭൂമിയിൽ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ ഈ ഭൂമുഖത്താവട്ടെ ഒരു മുസീബത്തും ബാധിക്കുകയില്ല. നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ പറയുന്നു, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, നീയാണ് ഞങ്ങളുടെ മൗല. നീ നിശ്ചയിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുകയില്ല, ഒരു മുസീബത്തും ബാധിക്കുകയില്ല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസി മുമ്പോട്ട് പോകട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് എന്താ? ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ആത്മാർത്ഥമായ പ്രാർത്ഥന മുകളിലൂടെ ചീറിപ്പായുന്ന ഡ്രോണുകളും മിസൈലുകളും അല്ല, അതിനപ്പുറം അതിനേക്കാളും ഒരു വിശ്വാസിയുടെ വലിയ ആയുധം എന്ന് പറഞ്ഞ എന്താ? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. അള്ളാഹുവിന്റെ മുമ്പിൽ ആരും അറിയാതെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ആയുധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ ഉണ്ടാവണം. റമദാൻ അവസാനിക്കുന്നതോടുകൂടി പ്രാർത്ഥനകൾ നിൽക്കരുത്, പ്രാർത്ഥനകൾ ഉണ്ടാവണം. കലുഷിതമായ സാഹചര്യം മാറി സമാധാനം വരുവാൻ വേണ്ടി, സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. സമാധാനം കെടുത്തുന്ന അധികാരികൾ ആരാണോ അവർക്കെതിരെയുള്ള പ്രാർത്ഥനകൾ തീർച്ചയായും ഉണ്ടാകണം. അതോടൊപ്പം ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്നും ഉയർന്നു നിൽക്കാൻ, മുസ്ലിങ്ങളുടെ ഇസ്സത്ത് എന്നും ഉയർന്നു നിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അഹങ്കാരികളും കുഴപ്പക്കാരുമായ ഭരണാധികാരികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഫിറൗനെ പറ്റി പറയുന്നത് 66 67 വർഷം ഭരിച്ചു എന്നതാണ്. ആളുകളെ അടിമകളാക്കി വെച്ച് ഭരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിധന്യമായി കൊലപ്പെടുത്തി കളഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ നമ്രൂദ് എന്ന ഭരണാധികാരി മരിച്ചത് ഒരു കൊതുക് അല്ലെങ്കിൽ ഒരു ഈച്ച കാരണമായിരുന്നു എന്ന് ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു ചെറിയ ഈച്ചയാണ് അള്ളാഹു ഉപയോഗിച്ചത്. അബ്രഹത്ത് എന്ന ആനപ്പടയെ നശിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് കേവലം കയ്യിൽ പിടിക്കാവുന്ന ചെറിയ പക്ഷികളായിരുന്നു എന്നുള്ളതാണ്. റബ്ബെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമല്ല. നമ്മൾ വിചാരിക്കും, പടച്ചോനെ എത്രയോ പാവങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്, എന്തൊരു കഷ്ടമാണ് എന്ന്. അള്ളാഹ് അതൊന്നും കാണുന്നില്ലേ, റബ്ബ് നടപടിയൊന്നും എടുക്കുന്നില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും ഹുസ്നുൽ ളന്നായിരിക്കണം വിശ്വാസിക്കുണ്ടാവേണ്ടത്. നല്ല വിചാരം മാത്രം, മോശമായ ഒരു ധാരണ ഉണ്ടാവരുത്. റബ്ബ് പറയുന്നുണ്ട്, ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار ولا تحسبن الله غافلا عما يعمل الظالمون. അക്രമകാരികളായ ആളുകൾ ഈ ഭൂമിയിൽ അരങ്ങു വാഴുമ്പോ അല്ലാഹ് ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. റബ്ബ് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ദിവസത്തിലേക്ക് അല്ലാഹു അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് റബ്ബിനെ സംബന്ധിച്ചുള്ള ഹുസ്നുൽ ളന്ന് എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, റമളാൻ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇബാദത്തുകളോട് വിട പറയാതിരിക്കുക. തിന്മകൾക്കെതിരെ നാം സ്വയം എടുത്ത നിയന്ത്രണങ്ങൾ തീർച്ചയായും അത് തുടരുക. കർമ്മങ്ങളുടെ ചൈതന്യം നമ്മൾ നിലനിർത്തുക. പിശാചിന് ജീവിതത്തിൽ ഇടപെടാനുള്ള അവസരം നൽകാതിരിക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. ഒരുക്കങ്ങൾ വേഗത്തിലാക്കുക. റബ്ബ് സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരുടെ കർമ്മങ്ങൾ മാത്രമാണ്. ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. ആ തഖ്വ ജീവിതത്തിൽ കൈവരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ മറ്റെല്ലാ നന്മകളും കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്വതക്കകൾ നമ്മൾ ഒരുപാട് റമദാനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ ഈ പെരുന്നാൾ നമസ്കാര സ്ഥലത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു കളക്ഷൻ ഏറ്റവും നിർധനനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വീടെടുത്തു കൊടുക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ കളക്ട് ചെയ്യുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് അതിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ. എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും വീഴ്ചകൾ പലതും അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീഴ്ചകളെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ ചേർക്കേണ്ട, ബന്ധങ്ങൾ പുതുക്കേണ്ട സമയമാണ്. ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കിടന്നുറങ്ങരുത്. മറിച്ച് ഉറങ്ങണ്ട എന്നുള്ളതല്ല, മറിച്ച് വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുടുംബക്കാരിലേക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് ആ ബന്ധങ്ങൾ പുതുക്കാനും ഒന്ന് സലാം പറയാനും ഈദാശംസകൾ നേരാനും ഒക്കെ നമ്മൾ നേരം കണ്ടെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയൊരു സുന്നത്ത് അവിടെ പൂവണിയുകയാണ്. ആ നിലയ്ക്ക് സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുതുബയിൽ ഉണർത്തിയതുപോലെ പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരാം. യുദ്ധങ്ങളും കെടുതികളും അതേപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പരീക്ഷണമായി വരാം. അവിടെയെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ കലുഷിതമായ സാഹചര്യത്തിൽ അല്ലാഹു എത്രയും വേഗം സമാധാനവും സ്വസ്ഥതയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധക്കെടുതികളിലൂടെ ഒരുപാട് ആളുകൾ, ഒരുപാട് പിഞ്ചുമക്കൾ മരണപ്പെടുന്നുണ്ടാകാം. അല്ലാഹു അവരുടെ എല്ലാം മരണത്തെ ഷഹീദിന്റെ മരണമായി, രക്തസാക്ഷ്യമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.